അസ്സലാത്തു അമാന, നമസ്കാരം അമാനത്താണ്, നമസ്കാരം അമാനത്താ. നമസ്കാരമില്ലാതെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകല്ലേ, പോകല്ലേ. വൽവുളൂ അമാന, വുളൂ അമാനത്താണ്, അമാനത്താ. പള്ളിയിലെ വെള്ളം അമിതമായി തുറന്നു ഒതുവെടുക്കുന്നവൻ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അനാവശ്യമായി പള്ളിയുടെ ഫാനോ ലൈറ്റോ ചെലവ് ചെയ്യുന്നവൻ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ആവശ്യമില്ലാതെ കുളത്തിൽ വെള്ളമുണ്ടെങ്കിലും ധാരാളം വെള്ളം ആറ്റിലുണ്ടെങ്കിലും അമിതമായി 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഒളിവെടുക്കൽ ഇസ്രാഫാണ്, മക്രൂഹാണെന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിച്ച് ഒളിവെടുക്കണമേ. ഒളിവെടുക്കുന്നതിന് മുമ്പ് മലമൂത്ര വിസർജനത്തിന് പോകുമ്പോ നിങ്ങളുടെ മൂത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എത്ര യുവാക്കളാണ് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ നമസ്കരിക്കുന്നതിന് മുമ്പ് മൂത്രപ്പുരയിൽ പോയി മൂത്രമൊഴിക്കുമ്പോ ശ്രദ്ധിക്കാതെ പോകുന്നത് കാണാം. ഉടനെ കഴുകി പുറത്തേക്ക് വരുന്നു. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അമാനത്ത്. മൂത്രപ്പുരയിലേക്ക് പോകുന്നതാണ്. ഇഖാമത്ത് കൊടുക്കുന്ന സമയം വരെ വെളിയിൽ നിന്ന് സംസാരിക്കും. പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുന്ന സമയം വരെ വെളിയിൽ നിന്ന് സംസാരിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കുമ്പോ ഓടിപ്പോകും മൂത്രപ്പുരയിലേക്ക്. നേരെ മൂത്രപ്പുരയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് മൂത്രമൊഴിക്കും. പെട്ടെന്ന് റോബോട്ടിന് മൂത്രമൊഴിപ്പാ, പെട്ടെന്ന് മൂത്രമൊഴി. എങ്ങനെ ഇസ്തിബ്റാഅ് എന്ന ഒരു സംവിധാനം ഫുഖഹാക്കൾ നമുക്ക് കിതാബിൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അവന്റെ ആമാശകത്തിൽ നിന്ന് പരിപൂർണമായി മൂത്രം പുറത്തേക്ക് പോകണം. അതിനാണ് ചുമക്കുക, നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, ഒന്ന് എഴുന്നേക്കുക, ഇരിക്കുക. അപ്പം പൂർണ്ണമായിട്ടും മൂത്രം പുറത്തേക്ക് പോകുമല്ലോ. അങ്ങനെ പൂർണ്ണമായിട്ടും മൂത്രം പുറത്തേക്ക് പോയാൽ മാത്രം തൃപ്തനായെന്ന് കണ്ടാൽ മാത്രം നീ ഒന്ന് കൊടുത്താൽ മതി. ഇല്ല എങ്കിലോ ഒരു സഹാബിയെ പോലും വെറുതെ വിട്ടില്ല. പരിശുദ്ധ ഹബീബായ തങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പഠിപ്പിക്കുകയാണ്. ലമ്മാ മാത സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാ. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നബി തങ്ങളോട് ചോദിച്ചു, മൻ മാത യാ മുഹമ്മദ് ഖദ് ഇഹ്തസ്സൽ അർശു ഖദ് ഇഹ്തസ്സൽ അർശു. ആകാശലോകവും അർശ് പോലും കുടുങ്ങുകയാണല്ലോ, കിലുങ്ങുകയാണല്ലോ, പ്രകമ്പനം കൊള്ളുകയാണല്ലോ. ഖദ് ഫുതിഹത് അബ്വാബുസ് സമാ. ആകാശലോകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രത്തോളം മഹാനുഭാവൻ ആരാണ് ഈ നാട്ടിൽ മരണപ്പെട്ടതെന്ന് ജിബ്രീൽ വന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സടകുടഞ്ഞെഴുന്നേറ്റ് സഹാബത്തിനോട് ചോദിക്കുന്നു, ആരാണ് സഹാബത്തെ ഇന്ന് മരിച്ചത്? ആ മരണപ്പെട്ട വ്യക്തിയുടെ മഹത്വം കൊണ്ടാണ് അർശ് കുലുങ്ങുന്നത്. ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ആ മരണപ്പെട്ട വ്യക്തിയുടെ മഹത്വം അത്രത്തോളം വലുതാണ്. അതുകൊണ്ടാണ് ജിബ്രീലിന് ഒരു അത്ഭുതം. ആരാണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ ആരാണ്? മാത സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായ നബിയേ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സംഭവത്തിൽ കുറയില്ല, ഓരോന്നൊരു ചെറിയ ടെസ്റ്റ് ഡോസ് എന്നങ്ങ് പിടിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഒരു ചരിത്ര സംഭവത്തിന്റെ ഒരു ഉദാഹരണം മാത്രം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് എടുക്കുകയാ. സഹാബാക്കൾ പോകുന്നു, നബി തങ്ങൾ അതിനെ അനുഗമിക്കുന്നു. പക്ഷേ സഹാബാക്കളുടെ വീക്ഷണത്തിൽ വലിയ ആൾക്കൂട്ടമൊന്നും കാണുന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് ജനക്കൂട്ടങ്ങൾക്കിടയിൽ, തിങ്ങിക്കൂടിയ ജനങ്ങൾക്കിടയിലൂടെ എങ്ങനെയാണോ നടന്നു പോകുന്നത്, തന്റെ 2 തള്ളവിരൽ ഭൂമിയിൽ അമർത്തിക്കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ആ മയ്യത്തിനെ അനുഗമിക്കുകയാ. വളരെ കഷ്ടപ്പെട്ട് തിരക്ക് പിടിക്കുമ്പോ എങ്ങനെയാ പോവാ? പൂർണ്ണമായിട്ട് പാദം സ്പർശിക്കാൻ കഴിയില്ല. വളരെ കഷ്ടപ്പെട്ടു പോകുന്നു. ആ കോലത്തിൽ നബി തങ്ങൾ പോകുന്നു. സഹാബാക്കൾ ആരും ഒന്നും മിണ്ടിയില്ല. സഹാബാക്കൾ മൗനം ദീക്ഷിക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് നേരെ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഅയിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ കൈകൾ കൊണ്ട് പരിശുദ്ധമായ സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് ആ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്, ഖബറിലേക്ക് ഇറക്കി വെക്കുകയാ. വെക്കേണ്ട താമസം സബ്ബഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ ഓരത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്
സബ്ബഹൽ അസ്ഹാബു മഅഹു. അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചൊല്ലിയപ്പോ ഒരത്ഭുതം കാണുമ്പോ, ഒരത്ഭുതം കേൾക്കുമ്പോ പറയുകയാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. സഹാബാക്കളും നബി തങ്ങൾ പറയുന്നത് കേട്ട് പറഞ്ഞു സബ്ബഹൽ അസ്ഹാബു മഅഹു. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സഹാബാക്കളും തസ്ബീഹ് ചൊല്ലുകയാ. നിൽക്കുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ കബ്ബറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഫകബ്ബറൽ അസ്ഹാബു മഅഹു. നബി തങ്ങളോടൊപ്പം സഹാബാക്കളും തക്ബീർ ചൊല്ലി. ഹത്താ ഫറജല്ലാഹു അൻഹു. സഹാബാക്കൾ ഒന്നും ചോദിച്ചില്ല. എന്തെങ്കിലും അത്ഭുതം നടക്കുമ്പോൾ ഉടനെ ചോദിക്കൂല. സ്വസ്ഥമായി നബി തങ്ങൾ പള്ളിയുടെ മിമ്പറിൽ ഓരത്ത് മെഹ്റാബിൽ വന്നിരിക്കുമ്പോ, സ്വസ്ഥമായി ഇരിക്കുമ്പോ സഹാബത്ത് പോയി ചോദിക്കും. ഇന്നലെ നടന്ന സംഭവം ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ നബിയെ. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് അർപ്പണമാകട്ടെ നബിയേ. എത്രയെത്ര മയ്യത്തുകൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങയോടൊപ്പം എത്രയെത്ര മയ്യത്തുകൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും കാണാത്ത ചില അത്ഭുതങ്ങൾ ഈ സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഞങ്ങൾ കണ്ടല്ലോ ഹബീബേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ കണ്ട അത്ഭുതം നബിയേ, ഒരുപാട് സ്ഥലമുണ്ടായിട്ടും അങ്ങ് തള്ളവിരൽ കുത്തി കുത്തി നടക്കുന്നത് കണ്ടല്ലോ ഹബീബേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മറുപടി നൽകി, ഈ മനുഷ്യൻ മരിച്ചപ്പോ, ഈ മഹാൻ മരിച്ചപ്പോ, ഈ മഹൽ വ്യക്തി മരിച്ചപ്പോ ആകാശ ലോകത്ത് നിന്ന് 70,000-ഓളം മലക്കുകൾ ആ മയ്യത്തിനെ അനുഗമിക്കുവാനും ദുആ ചെയ്യുവാനും ഇറങ്ങി വന്നു അത്രേ. ആ മലക്കുകളുടെ ആധിക്യം കാരണമായി എന്റെ പാദം പരിപൂർണമായി ഭൂമിയിൽ സ്പർശിക്കാൻ കഴിഞ്ഞില്ല സഹാബത്തെ. 70,000 മലക്കുകൾ. നോക്കണം, ഒരു സഹാബി മരിച്ചപ്പോ 70,000 മലക്ക് വിഷമം കൊണ്ട് ഇറങ്ങി വന്ന് ദുആരിക്കാണ്. അപ്പൊ ഈ മലക്കളുടെ ആധിക്യം കൊണ്ട് നിബിധങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ നിബിധങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നടന്നു. അപ്പൊ ആ മഹാന്റെ മഹത്വത്തോളം ഖബറിന്റെ അടുക്കലേക്ക് പോയപ്പോ നബിയെ, അങ്ങ് എന്തുകൊണ്ടാണ് തക്ബീർ ചൊല്ലിയത്, തസ്ബീഹ് ചൊല്ലിയത്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, ലഖദ് തളായഖൽ ഖബറു അലാ ഹാദൽ അബ്ദി സ്സാലിഹ് ഹത്താ ഫറജല്ലാഹു അൻഹു. സഹാബാക്കളുടെ ഓരത്ത് പോലും നമുക്ക് വരാൻ കഴിയില്ല. 1000 ഔലിയാക്കൾ ഇന്നും ഉണ്ടാകാം, പക്ഷെ ഒരു സഹാബി ഉണ്ടാകൽ സാധ്യമല്ല. ഔലിയാക്കളുടെ പരിസരത്ത് പോലും നമുക്ക് എത്താൻ കഴിയില്ല എങ്കിൽ, അവരുടെ മർത്തബയോ ദർജകളോ അല്ല നമുക്കെങ്കിൽ, സാധുക്കളായ നമ്മുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണേ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് ഖബറിൽ വെച്ചപ്പോ തളായഖൽ ഖബറു അലാ ഹാദൽ അബ്ദി സ്സാലിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ സഹാബിയുടെ സാലിഹായ മനുഷ്യന്റെ ഖബറ് ഞെരുക്കുന്നത് ഞാൻ കണ്ടു സഹാബത്തെ. എന്റെ നഗ്നമായ നേത്രം കൊണ്ട് ആ ഖബറ് ഞെരുക്കുന്നത് ഞാൻ കണ്ടു. ഹത്താ ഫറജല്ലാഹു അൻഹു. ഉടനെ ഞാൻ തക്ബീർ ചൊല്ലി, തസ്ബീഹ് ചൊല്ലി. ഹത്താ ഫറജല്ലാഹു അൻഹു. ആ ഖബർ അദ്ദേഹത്തെ വിടുന്നത് വരെ ഞാൻ തസ്ബീഹ് ചൊല്ലി സഹാബത്തെ. അവരെ വിടാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങൾ തസ്ബീഹ് തക്ബീറും ചൊല്ലിയത്. അവസാനം വിട്ടു. സഹാബാക്കൾ ചോദിച്ചു, നബിയെ എന്തായത് കാരണം? ഇത്രയും വലിയൊരു മഹാൻ അർശ് പോലും കിടുങ്ങിയെങ്കിൽ ഇത്രയും വലിയ മഹാൻ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ? കാന യുഖസ്സിറു ഫീ ബഅദി തുഹൂരി മിനൽ ബൗൽ. മൂത്ര ഒഴിച്ച സമയത്ത് തഹാറത്തിന്റെ വിഷയത്തിൽ അല്പം എന്തോ ഒരു ശ്രദ്ധക്കുറവ് പഠിച്ചു. മൂത്ര ഒഴിച്ച സമയത്ത് ചെറിയ അവർക്ക് അങ്ങനെ സൂക്ഷ്മതയുള്ളവരാണ്. ഇന്ന് നമ്മൾ ചെറുപ്പക്കാരാണ്. ഞാൻ ആരോഗ്യത്തിരുടെ ഗാത്രനാണ്, ആരോഗ്യമുള്ളവനാണ്, എനിക്കൊരു പ്രശ്നമില്ല, കൂസലില്ല, ഓടിപ്പോവാ. 5 ലിറ്റർ മൂത്രം ശേഖരിച്ചു വെച്ചിട്ട് കാളപെടുക്കുന്ന പോലെ ഒറ്റപ്പെടുത്തല്ലേ. ഇതൊക്കെ എന്ത്? മൂത്രം ഒഴിക്കാൻ സമയമാകുമ്പോ അപ്പോഴും മൂത്രം ഒഴിക്കാം, കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ട് പോവാ, ചുമക്കുക, ഇസ്തിബ്റാ ചെയ്യുക. സ്ത്രീകളെ പുരുഷന്മാരെ ശ്രദ്ധിക്കുക. അമാനത്ത്, അതാണ് നബി തങ്ങൾ പറഞ്ഞത്. അൽ വുളൂഉ അമാന,
നീ ഇഷ്ടപ്പെടുന്നത് പോലെ ഒളിവെടുത്തിട്ട് നിസ്കാരത്തിലേക്ക് വരേണ്ടതില്ല. ഒളിവെടുക്കുന്നതിന് മുമ്പ് മൂത്രപ്പുരയിൽ പോയി സ്വസ്ഥമായി 1 റക്അത്ത് കഴിയട്ടെ, 2 റക്അത്ത് കഴിയട്ടെ, സ്വസ്ഥമായി മൂത്രമൊഴിച്ച് സമാധാനത്തോടെ ഹൗലിന്റെ കരയിലേക്ക് വരണേ. ഹൗലും കരയിലേക്ക് വാ, സമാധാനം. അതിനാണ് ബാങ്ക് വിളിച്ചിട്ട് 20 മിനിറ്റ് 30 മിനിറ്റ് 15 മിനിറ്റ് ബാങ്ക് വിളിച്ചപാടെ പള്ളിയിലേക്ക് വരണം. ഉമർ റളിയല്ലാഹു തആലയുടെ ബാങ്ക് വിളിച്ച എല്ലാ പണിയോടെ സ്റ്റോപ്പ്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അതാണ് എന്റെ അർത്ഥം. അല്ല ഇഖാമത്ത് കൊടുക്കുന്ന സമയം വരെ നോക്കി നിൽക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞ എന്താ? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസഉ ഇലാ ദിക്രില്ലാഹ് ഫസഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജുമുഅ ബാങ്ക് മാത്രമായി നമ്മൾ ധരിച്ചു പോകരുതേ. ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ധിർലി കൂട്ടേണമേ. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. കടയുടെ ഷട്ടർ താഴ്ത്തിയിടണമേ. ലക്ഷക്കണക്കിന് കച്ചവടം നടക്കട്ടെ, കോടിക്കണക്കിന് കിട്ടട്ടെ, ഇതെല്ലാം ദുനിയാവിൽ അസ്തമിച്ചു പോകുന്നതാ. നീ പണം എണ്ണിക്കൊണ്ടിരിക്കുമ്പോ ഒരു നെഞ്ചുവേദന വന്നാൽ ഈ പണത്തിന്റെ അവകാശി പിന്നെ മറ്റോ ആരാ? പിന്നീട് നീ ഖബറിലേക്ക് പോകുമ്പോ മാലിക് ദിനാർ പള്ളിയുടെ തിരുമുറ്റത്ത് നിന്നെ കൊണ്ട് അടക്കം ചെയ്യപ്പെടുമ്പോ എല്ലാവരും സലാം ചൊല്ലി മടങ്ങിക്കഴിഞ്ഞാൽ 2 പേര് നിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ അവരുടെ ചോദ്യത്തിന് മറുപടി പറയണമോ? നേരെ പള്ളിയിലേക്ക് വാ. അതാണ് അല്ലാഹു പറഞ്ഞത്. കൃത്യസമയത്ത് പള്ളിയിൽ വന്ന് ഖുശൂഉ ഖുദൂ ഭയഭക്തിയോടെ നമസ്കരിക്കുന്ന മുഅ്മിനേ, നീ വിശ്വസിച്ചു, നീ വിജയിച്ചു, നീ രക്ഷപ്പെട്ടു. അതാണ് കൃത്യമായി ജമാഅത്ത് നിസ്കാരത്തിൽ തന്നെ പങ്കെടുക്കണം. ജമാഅത്ത് നിസ്കാരത്തിൽ തന്നെ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒരു എക്സ്ക്യൂസും ഇല്ല. നാളെ ആഖിറത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. ഈ വിനീതന്റെ നമസ്കാരം രക്ഷയും ശിക്ഷയും എന്ന കാസറ്റ് ഉണ്ട്, അത് നെറ്റിലുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടോളൂ. അതിനകത്ത് വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആയത്തും ഹദീസും മാത്രമാണ്, സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അത് കേട്ടിട്ട് നിസ്കരിക്കാത്തവന്റെ കാര്യം പിന്നെ അള്ളാഹു അവരുമായിക്കൊള്ളട്ടെ. ഏകദേശം എടുക്കാൻ പറ്റിയ ആയത്തും ഹദീസും മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി. എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യാം. അള്ളാഹു വിജയിച്ചു എന്ന് പറഞ്ഞാൽ ആ മുഅ്മിനീങ്ങൾ ആരാണ്? അവര് അള്ളാഹുവിന്റെ നമസ്കാര വേളയിൽ ഭയഭക്തിയോടുകൂടിയവരാണ്. നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കാറില്ല, നിസ്കാരത്തിന്റെ സമയങ്ങളൊന്നും വലിയ ശ്രദ്ധിക്കാറില്ല. 1-2 സഹോദരിമാരുടെ ഒരു സംഭവം പറയട്ടെ. ഉമ്മുൽ മുഅ്മിനീൻ സൈനബ റളിയല്ലാഹു തആല അൻഹ രാത്രി നമസ്കരിക്കുന്നവരാണ്. അവരൊക്കെ സ്വർഗം കൊണ്ട് അള്ളാഹുവെ പടച്ചവനെ വാഗ്ദത്തം ലഭിച്ചവരാണ്. പക്ഷെ അവര് പോലും പാതിരാ സമയത്ത് ഉറക്കമില്ല കാണുക. ഉറക്കമില്ല, നിസ്കരിക്കാൻ പാതിരാ സമയത്ത് നിസ്കരിക്കാൻ. രാത്രി ഉറക്കമില്ല. പാതിരാ സമയത്ത് മുഴുവനും നിന്ന് നമസ്കരിക്കുകയാ. ബഹുമാനപ്പെട്ട സൈനബ റളിയല്ലാഹു തആല അൻഹാ നസബത് ഹബ്ലൻ ബൈന സാരിയതൈൻ ഇദാ അദ്റകഹ النوم أو الفطور أمسكت لتسترد نشاطها. സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ അവസ്ഥയെക്കുറിച്ച് കിതാബുകളിൽ ഹദീസിനെ കാണാം. മഹാമഹദി അവர்கள் രാത്രി നിന്ന് നമസ്കരിക്കുമായിരുന്നു. ആ നമസ്കാരത്തിന്റെ ഇടയിൽ അവർക്ക് ഉറക്കം വന്നു പോയാൽ, ക്ഷീണം സംഭവിച്ചു പോയാൽ, ആ ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നസബത്ത് ഹബ്ലൻ ബൈന സാരിയതൈൻ, നമസ്കാരത്തിന്റെ മുന്നിൽ നമസ്കരിക്കുമ്പോ ആ വീട്ടിൽ 2 ചെറിയ തൂണുകളുണ്ട്. ആ തൂണിൽ ഒരു കയറ് കെട്ടുമായിരുന്നു. അവർക്ക് ഉറക്കം വരുമ്പോ ആ കയറിൽ പിടിച്ച് അല്പസമയം വിശ്രമിക്കുമായിരുന്നു. വീണ്ടും ആ ഉത്സാഹം തിരിച്ചു കിട്ടാൻ സുന്നത്ത് നിസ്കാരം കുഴപ്പമില്ല, പിടിച്ചു നിൽക്കുമായിരുന്നു. ഇന്നിവിടെ അമ്മ ഹരികൃഷ്ണൻ ഹരിചന്ദൻ കുങ്കുമപ്പൂ കണ്ടിട്ട് ഇവിടെ സമയമില്ല. പിന്നെ ഇനിയിപ്പോ രാത്രി അത് വേണമെങ്കിൽ ഒന്ന് ചാടി ഇരിക്കാൻ വേണ്ടി ആദ്യം 1 കുപ്പി വെള്ളമൊക്കെ അടുത്ത് കൊണ്ടുവച്ച്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവച്ച്, പിന്നെ ഗുളിക കഴിക്കാനുള്ളവരാണല്ലോ ചിലവ്, അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ വെച്ച് അടിച്ചു പോയാലോ സംഭവം. അപ്പൊ അതുകൊണ്ട് ആ ഗുളികെല്ലാം കൊണ്ടുവച്ച്
പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടേഷൻ വിടും. മോളെ ആ ഒരു ഗ്ലാസ് വെള്ളോടെ കൊണ്ട് ചായ കൂടെ കൊണ്ട് കഴിഞ്ഞാൽ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടേഷൻ വേറെ. കാരണം എന്താ, ഇതിന്റെ മുന്നിൽ നിന്ന് പോകാൻ പറ്റൂലല്ലോ. അങ്ങനെയാണ് ഉറക്കം ഒഴിക്കുന്നത്. അങ്ങനെയാണ് ഉറക്കം. സൈനബ് റളിയല്ലാഹു തആലയെ കാണാനോ അവരോടതി പോകാനോ പറ്റുമോ? കണ്ടോ? ആർക്കും